ബാ. ഇങ്ങോട്ടല്ലേ. ആമി, മോളെ, മോൾക്കിപ്പോ എങ്ങനെയുണ്ട് ആമി? നല്ല വ്യത്യാസമുണ്ട്. മരുന്നും ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? ഉണ്ടച്ഛാ. അച്ഛൻ എന്നാ വീട്ടിലേക്ക് വരണേ? ഞാൻ ഉടനെ വരാം മോളെ. ആമി, നീ ഇപ്പോ ജോലിക്ക് പോകുന്നുണ്ടോ ആമി? ഉണ്ട്. ഞങ്ങളിങ്ങോട്ട് വരാനിറങ്ങിയപ്പോ മാഷും ദാസങ്ങളും വന്നിരുന്നു. രഘുവേട്ടൻ തന്നുവിട്ട 25 ലക്ഷം രൂപയുടെ ചെക്ക് അവര് കൊണ്ടുവന്ന് തന്നു. ലക്ഷം രൂപയുടെ ചെക്കോ? അതെ, നമ്മുടെ കഷ്ടപ്പാട് കണ്ട് സങ്കടം തോന്നിയിട്ടാവും അവരത് തന്നത്. ഒരിക്കൽ രഘുവേട്ടൻ പണം തരാന്ന് പറഞ്ഞതാ. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. ഇപ്പൊ പിന്നെ മാഷും ദാസങ്ങളും കൂടി വന്ന് നിർബന്ധിച്ചപ്പോ ഞാനതങ്ങ് വാങ്ങി. അങ്ങനെ നിർബന്ധിച്ച് നിന്റെ കയ്യിൽ 25 ലക്ഷം രൂപയുടെ ചെക്ക് തരണമെങ്കിൽ എന്റെ സ്വർണം ആ രഘുവിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ആമി. അവൻ അതിൽ നിന്ന് കുറച്ച് പിച്ചക്കാശ് തന്ന് തടി ഊരാൻ നോക്കുക. ഏത് സ്വർണം? അന്ന് കാണാതായ സ്വർണോ? അത് സത്യം പറയാതെ. അപ്പൊ ആ സ്വർണം കാണാതെ പോയതല്ല, നീ മാറ്റിയതായിരുന്നല്ലേ? അന്നത്തെ ആക്സിഡന്റ് എല്ലാം സത്യം തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് 1 കിലോയോളം സ്വർണം ഞാൻ രഘുവിന്റെ വണ്ടിയിൽ ഒളിപ്പിച്ചിരുന്നു. അത് പോലീസ് എടുത്തിട്ടുണ്ടാവും എന്നാണ് രഘു പിന്നെ എന്നോട് പറഞ്ഞത്. ഇതാരെങ്കിലും പറ്റിച്ച പണത്തിന്റെ പങ്കാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ഒരിക്കലും വാങ്ങില്ലായിരുന്നു. ഏയ്, അങ്ങനെ ചിന്തിക്കണ്ട ആമി. ഇത് നമുക്ക് അവകാശപ്പെട്ടത് തന്നെയാ. എന്റെ കയ്യിൽ നിന്നും രഘു ഇത് തട്ടിയെടുത്ത് തന്നെയാ. അതെ, അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾ കുറെ പേരെ പറ്റിച്ച് മറച്ചു വെച്ചത് രഘുവേട്ടൻ നിങ്ങളെ പറ്റിച്ചെടുത്തു. അത് വിധിയാ. പക്ഷെ അതറിയാതെ ആ പണം വാങ്ങിയതിൽ എനിക്ക് സങ്കടമുള്ളത്. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ആമി. ആ പണം വെച്ച് നീ എന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേ. നല്ല വക്കീലിനെ കണ്ട് എന്നെ എങ്ങനെയെങ്കിലും ജാമ്യത്തിലിറക്ക്. ഞാൻ ഇറങ്ങിയ രഘുവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ബാക്കി പണം തിരികെ വാങ്ങാം. വേണ്ട, എനിക്ക് ആരുടെയും പണം വേണ്ട. എനിക്കിനി ഒന്ന് കേൾക്കുകയും വേണ്ട, പറയുകയും വേണ്ട. വാ മോളെ. ആമി, നിൽക്ക്. ഞാൻ പറയുന്നത് കേക്ക്. ആമി, നിൽക്ക്. ആമി, ഏയ്, സമയം കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നേ. ആ മതി, വാ 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 വാ. സമയം കഴിഞ്ഞു. വരാനാ പറഞ്ഞേ. വാടാ ഇങ്ങോട്ട്. ഓ
ഏട്ടാ. ആ ദാ അവര് വന്നെന്ന് തോന്നുന്നു. ആ ഏട്ടൻ കൈ കഴുകിയിട്ടിരിക്കെ. അമ്പിളി, ചീരു, വാ കഴിക്കാൻ, അവര് വന്നു. വാരാകോട്ടാ, എന്താ നിക്കുന്നേ? നമുക്ക് കഴിച്ചിട്ടേ കൊണ്ട് പോവാ. വാ. ആ ഇരുന്നാ ഇരിക്കേ. ആ വാ വാരകു. വാ വാരാകോട്ടാ, ഇരിക്കും മോനെ ഇങ്ങോട്ട്. നേരത്തെ കയറി ഇരുന്നു അല്ലേ? പിന്നല്ലാതെ. ആ മോളെ വന്നിരിക്കെ. ആ ഇത് എന്താണ്? ബിരിയാണിയാ? അല്ല, ഫ്രൈഡ് ഫ്രൈഡ് റൈസാ? റൈസാ. കൊള്ളാലാ? വാ, ഇരിക്ക് അമ്പിളി, അവിടെ. അങ്ങോട്ട് വാ. ഇരിക്കേ. ആ, ഇരിക്കടി. ആ നല്ല വിശപ്പ്. അമ്പിളി ഇരിക്കെ. രഘുവേട്ടാ, രഘുവേട്ടൻ എവിടെയായിരുന്നു? അച്ഛനും ദാസങ്ങളും എത്ര നേരിട്ട് തിരക്കുവാ. ഹലോ, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു അമ്പിളി. വെറുതെ നോണ പറയണ്ട. നിങ്ങൾ ഇവിടെ ഒരിടത്തും ഇല്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാ. പോട്ടെ ചേച്ചി, രഘുവേട്ടൻ വന്നല്ലോ. ആ ചേച്ചി, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഇങ്ങനെ മുഷിഞ്ഞ് സംസാരിക്കണം. സന്തോഷത്തോടെ വിളമ്പി കൊടുക്കുന്നതാണ് ഒരു ഉത്തമ ഭാര്യയുടെ കടമ. ഉത്തമ ഭർത്താവിന്റെ. ഭർത്താവ് എന്ത് തോന്നിയാസം കാണിച്ചാലും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയൊന്നും അല്ല ഞാൻ. അങ്ങനെ ആവാനും എനിക്ക് പറ്റില്ല. അത് അമ്പിളി പറഞ്ഞതിലും കാര്യമുണ്ട്. ഭർത്താക്കന്മാരെ എല്ലാ കാര്യത്തിലും കണ്ണടച്ച് വിശ്വസിക്കാതെ സ്നേഹത്തോടെ തിരുത്തുന്നതും ഒരു നല്ല കാര്യം തന്നെയാ. രഘുവേട്ടന്റെ വായിലെന്താ നാവില്ലേ? നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ മനുഷ്യ? എന്റെ അമ്പിളി, ഞാൻ എവിടെയെങ്കിലും ആയിരുന്നോട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമുണ്ട്. ഞാനേ നിങ്ങളുടെ ഭാര്യ. മതി ചേച്ചി, ഇതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എടി, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എത്രയെന്ന് വെച്ചാ എല്ലാം ക്ഷമിക്കുന്നത്? എനിക്കറിയാം, ഇങ്ങനെ ഏതെങ്കിലും ബാറിലായിരുന്നായിരിക്കും. ചേച്ചി ചേച്ചി ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. രഘുവേട്ടനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയായ കാര്യമാണ്. അതിനിവിടെ പുറത്തുള്ളവരൊന്നും ഇല്ലല്ലോ, എല്ലാരും കുടുംബക്കാരല്ലേ. അതെ, രഘുവിനതൊക്കെ മനസ്സിലാവും. അതല്ല, ചേച്ചിക്ക് എന്തെങ്കിലും കുറ്റം പറയണമെങ്കിൽ ചേച്ചി രഘുവേട്ടനും മാത്രം ഉള്ളപ്പോൾ പറയണം. അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം.